മാത്യു ടോട്ടൽ സൂപ്പർ ആയിരുന്നു. നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഒരു വാലന്റൈൻസിലേക്ക് കാണാൻ പറ്റിയൊരു ലവ് സ്റ്റോറിയാണ്. ഒരു നല്ല രീതിയിലുള്ള ലവ് സ്റ്റോറിയാണ്. നന്നായിട്ടുണ്ട്. നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. നല്ല പടമാണ്. മാത്യു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഇതുവരെ തിയേറ്ററിൽ കൊണ്ടുവരാത്ത ഒരു കഥയാണ്. അടിപൊളിയായിരിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും എന്റർടൈൻമെന്റ് ആണ്. അതിൽ ജോബിയുടെ വിറ്റുകളെല്ലാം അടിപൊളിയായിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഫ്രണ്ട്സാണ് ടീം കൊണ്ടുപോകണം. അവന് ഒരു ഇതാണോ എന്ന് ചോദിക്കുന്നത് തന്നെ ആ ഫ്രണ്ട്സാണ്. കോംബോ അടിപൊളിയാണ്. നല്ല മാച്ചാണ് അവർ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ബേബി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. എനിക്ക് പേരത്ര അറിയില്ല, എന്നിരുന്നാലും നല്ലതാണ്. The film is really nice. ഒരു റിയൽ ലൈഫിൽ നമുക്ക് വരുന്ന ചെറിയ എന്താ പറയാ ലോൺലിനെസ്, അല്ലെങ്കിൽ ആരും ഇല്ല സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എലിമെന്റ് ഉണ്ട്. ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. അതിനെ നല്ല രസമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. But in a very light and casual way and dealing with it. Watch it. Yeah. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ജഗദീഷ് ചേട്ടൻ്റെ ഒരു റോളുണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ റോള് സിനിമ കാണണം. How a person can also support different thought structure and different kinds of people, and റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ക്യാരക്ടറാണ് ജഗദീഷ് ചേട്ടൻ്റെ. വളരെ ചെറിയ സിനിമയാണ്. 2 മണിക്കൂർ, ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമ കാണാം. റൊമാൻസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ഫാമിലി ഉണ്ട്. ഒരു വാലന്റൈനൊക്കെ കപ്പിൾസ് കാണാം. ആ റോം കോം മാത്രമല്ല, അതിൽ ഫാമിലി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫാമിലി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വളരെ